നമസ്കാരം. ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്കാണ്. യുദ്ധം അവസാനിപ്പിക്കാനും തകർന്നടിഞ്ഞ ആഗോള സപ്ലൈ ചെയിനുകൾ പുനഃസ്ഥാപിക്കാനും ഇന്ത്യക്ക് ഒരു ക്രിയാത്മക ഇടപെടൽ നടത്താനാകുമോ എന്നതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും ഉള്ളിലെ പ്രധാന ചോദ്യമെന്ന് പറയുന്നത്. ആത്യന്തികമായിട്ടുള്ള സമാധാനം സ്ഥാപിക്കുക എന്നത് വലിയൊരു ലക്ഷ്യമാണെങ്കിലും അതിനു മുൻപേ പരിഹരിക്കേണ്ട അതിരൂക്ഷമായ മറ്റൊരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് എണ്ണ പ്രതിസന്ധിയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതും അതുപോലെ തന്നെ ദൗർലഭ്യം അത് വർദ്ധിക്കുന്നതും വരും ദിവസങ്ങളിൽ നിരത്തുകളിൽ വാഹനങ്ങൾ ഓടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. വരാനിരിക്കുന്ന കഠിനമായ ദിവസങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിലും സാധാരണക്കാരൻ്റെ അടുക്കളയിൽ ഗ്യാസ് ലഭ്യത കുറയുന്നതും വില വർദ്ധിക്കുന്നതും ഇതിനോടകം തന്നെ ജനജീവിതത്തെ സാരമായിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ അതീവ പ്രാധാന്യമർഹിക്കുന്നത്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങളെയും ഇറാൻ്റെ കർശന നിലപാടുകളെയും അതിജീവിച്ച് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ വഴിയുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കാനും തടസ്സങ്ങൾ നീക്കാനും ഇന്ത്യ വലിയ ശ്രമങ്ങളാണ് ഇപ്പോൾ നയതന്ത്രപരമായിട്ട് നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ കൊടിയുള്ള 2 കപ്പലുകൾക്ക് പേർഷ്യൻ ഗൾഫിലൂടെ കടന്നു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത് വലിയൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. റഷ്യൻ ചൈനീസ് കപ്പലുകളെ ആക്രമിക്കില്ല എന്ന നിലപാടെടുത്ത ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്കും സുരക്ഷിത പാത ഒരുക്കാനായിട്ട് തയ്യാറാണെന്ന സൂചന നൽകുന്നുണ്ട്. ഇറാൻ്റെ മുൻകൂർ അനുമതി തേടുക എന്നത് ഇന്ത്യ ഒരു അഭിമാന പ്രശ്നമായിട്ട് കാണാതിരുന്നാൽ ചരക്ക് വിവരങ്ങളും സമയവുമൊക്കെ തന്നെ കൃത്യമായി കൈമാറുന്നതിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ മേഖലയിലൂടെയുള്ള യാത്ര സുഗമമാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 3 റൗണ്ട് ചർച്ചകൾ ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണങ്ങളെ ഇന്ത്യക്ക് അപലപിക്കേണ്ടി വന്ന സാഹചര്യവും ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയങ്ങളിൽ സഹകരിക്കേണ്ടി വന്ന അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുമൊക്കെ തന്നെ ഇറാനെ ബോധ്യപ്പെടുത്താനായിട്ട് ജയശങ്കറിന് സാധിച്ചു. ഇതിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ നടത്തിയ വിശദമായിട്ടുള്ള കൂടിയാലോചനകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം അകറ്റാനായിട്ട് ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം സന്തുലിതവും അതോടൊപ്പം തന്നെ വസ്തുതാപരവുമാണെന്ന് ഇറാൻ പ്രസിഡന്റ് തന്നെ സാക്ഷ്യപ്പെടുത്തിയത് നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് ലഭിച്ച വലിയൊരു മുന്നേറ്റമാണ്. നിലവിൽ പേർഷ്യൻ ഗൾഫിലെ വിവിധ തുറമുഖങ്ങളിൽ ഇന്ത്യയുടെ 28 കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ചില കപ്പലുകൾ ചരക്ക് കയറ്റിയ ശേഷവും മറ്റ് ചില കപ്പലുകൾ ചരക്ക് ഇറക്കിയ ശേഷവും മടക്കയാത്ര സാധ്യമാകാതെ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഈ കപ്പലുകളെ ഒരൊറ്റ കപ്പൽ വ്യൂഹമായിട്ട് ഇറാൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ ഹോർമുസ് കടലിടുക്ക് കടത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന പദ്ധതി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വിതറിയിട്ടുള്ള വിവിധയിനം മൈനുകൾ വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. കടലിൻ്റെ അടിത്തട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളവയും ഉപരിതലത്തിൽ ഒഴുകി നടക്കുന്നവയും ശബ്ദതരംഗങ്ങളാൽ പൊട്ടിത്തെറിക്കുന്നവയുമായ ഈ മൈനുകളുടെ കൃത്യമായിട്ടുള്ള സ്ഥാനം അത് ഇറാന് മാത്രമേ അറിയുകയുള്ളൂ. അതിനാൽ തന്നെ ഇറാൻ്റെ അകമ്പടി കപ്പലുകളുടെ സഹായമില്ലാതെ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുക എന്നത് അതീവ അപകടകരമാണ്. ഇന്ത്യൻ ഭരണകൂടം സമയാസമയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ എടുക്കുന്നില്ലെന്ന വിമർശനം ആഭ്യന്തരമായിട്ട് തന്നെ ഉയർന്നുണ്ടെങ്കിലും വിദേശ നയത്തിൽ ഇന്ത്യ പുലർത്തുന്ന ബാലൻസ്ഡ് പോളിസി അത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം തുടരാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് തങ്ങളുടെ എണ്ണ വിറ്റഴിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം സംഭരണ സൗകര്യങ്ങളുടെ പരിമിതി മൂലം എണ്ണ കെട്ടിക്കിടക്കുന്നത് അവരുടെ സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുന്നതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയെപ്പോലെ ഒരു വലിയ വിപണിയിലേക്ക് എണ്ണ എത്തിക്കാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. ഇറാൻ സുരക്ഷിത പാത ഒരുക്കിയാൽ അമേരിക്ക ഈ കപ്പലുകളെ ആക്രമിക്കുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണെങ്കിലും റഷ്യൻ അല്ലെങ്കിൽ ചൈനീസ് കപ്പലുകളെ പോലെ ഇന്ത്യൻ കപ്പലുകൾക്കും ഒരു സുരക്ഷാ കവചം ഒരുക്കാൻ ഇന്ത്യക്ക് സാധിച്ചേക്കും. കാരണം ഇന്ത്യയുടെ ആകെ ഇന്ധന ഇറക്കുമതിയുടെ 55 മുതൽ 60% വരെ മുൻപ് ഹോർമുസ് കടലെടുക്ക് വഴിയാണ് എത്തിയിരുന്നത്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയതോടെ ഈ പാത ഒഴിവാക്കി മറ്റു റൂട്ടുകളിലൂടെ എണ്ണ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള ഇന്ധന ദൗർലഭ്യം ഇന്ത്യ അനുഭവിക്കുന്നുണ്ട്. ഹോർമുസ് കടലെടുക്ക് ഉടനെങ്ങും പൂർണ്ണമായി തുറക്കപ്പെടാനായിട്ട് സാധ്യതയില്ലാത്തതിനാൽ തന്നെ ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇറാനെ പ്രകോപിപ്പിക്കാതെ പ്രസ്താവനകൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറയാനും ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. കൊച്ചി തീരത്തെ ഇറാൻ്റെ ഒരു കപ്പലിന് ഇന്ത്യ അഭയം നൽകിയത് ഈ ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. വിശാഖപട്ടണത്തെ നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വന്ന ഇറാനിയൻ കപ്പൽ തകർക്കപ്പെട്ടതിലുണ്ടായ ജാള്യത മറികടക്കാനായിട്ട് ഇത്തരം സഹായങ്ങൾ ഇന്ത്യയെ സഹായിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. അമേരിക്കയുടെ കടുത്ത എതിർപ്പുകൾ നിലനിൽക്കെ തന്നെ
ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തിയില്ലെന്നതും മാത്രമല്ല, അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മുൻപ് ഇന്ത്യയുടെ ആകെ ആവശ്യത്തിൻ്റെ 20% മാത്രമായിരുന്ന റഷ്യൻ പങ്ക് ഇപ്പോൾ 40% ഉയർന്നിരിക്കുകയാണ്. പ്രതിദിനം ഏകദേശം 1.04 മില്യൺ ബാരൽ എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആകെ പ്രതിദിന ആവശ്യമായ 5.2 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ നിറവേറ്റാൻ റഷ്യയുമായിട്ടുള്ള ഈ ഒരു ഇടപാട് അത്യന്താപേക്ഷിതമാണ്. ഇത് റഷ്യയ്ക്കും ഇന്ത്യക്കും ഒരേപോലെ ഗുണകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. റഷ്യൻ എണ്ണയ്ക്ക് വലിയ വില നൽകേണ്ടി വരുന്നുണ്ടെങ്കിലും വിപണി നിരക്കിനേക്കാൾ 5% അധികം പ്രീമിയം ഈടാക്കുന്നുണ്ടെങ്കിലും റൂബിൾ അടിസ്ഥാനമാക്കിയുള്ള വ്യാപാരം ഇന്ത്യക്ക് വലിയ നേട്ടമാണ് നൽകുന്നത്. ഡോളറിൻ്റെ ആധിപത്യത്തിന് ബദലായിട്ട് ഇത്തരം വ്യാപാര രീതികൾ മാറുന്നത് ആഗോള സാമ്പത്തിക ക്രമത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതായത് കൺസെഷണൽ റേറ്റിലൊക്കെ തന്നെ എണ്ണ ലഭിക്കുന്നില്ലെങ്കിലും ഊർജ്ജ വിതരണം മുടങ്ങാതിരിക്കുക എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രാഥമിക ലക്ഷ്യമായിട്ടുള്ളത്. അമേരിക്ക ഇറാനിൽ ഇടപെട്ടതോടെ റഷ്യയ്ക്ക് മേലുള്ള നാവിക ഉപരോധങ്ങൾ ഭാഗികമായെങ്കിലും പിൻവലിക്കാനായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ നിർബന്ധിതരാകുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരം എന്ന പോലെ തന്നെയാണ്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന പ്രയത്നങ്ങൾ അത് ഇപ്പോൾ ഫലം കണ്ട് തുടങ്ങുന്നുണ്ട്. കാരണം എടുത്ത നിലപാടുകൾ തിരിച്ചടിക്കാതെ നോക്കുന്നതിനൊപ്പം തന്നെ പുതിയ തീരുമാനങ്ങൾ അത് വളരെ അതീവ തന്ത്രപരമായാണ് കൈക്കൊള്ളുന്നത്. അമേരിക്കയെയോ ഇറാനെയോ ഇസ്രായേലിനെയോ ഒരുപോലെ പ്രകോപിപ്പിക്കാതെ മുന്നോട്ട് പോകുക എന്നത് അത് ഏറെ ദുഷ്കരമാണ്. എങ്കിലും സ്വന്തം രാജ്യത്തിൻ്റെ തന്ത്രപരമായിട്ടുള്ള സ്വയംഭരണ അധികാരം അത് നിലനിർത്താനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ജനതയുടെ ക്ഷേമത്തിനും ഇന്ധന സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു രീതിയിലാണ് നിലവിലത്തെ നീക്കങ്ങളൊക്കെ തന്നെ. ഇന്ത്യയുടെ ഈ ഒരു സന്തുലിത അത് വിദേശ നയം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും ഇന്ത്യയെ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനായിട്ട് കാണാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഇറാനും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നല്ല ബന്ധം അത് ഈ മേഖലയിലെ സംഘർഷം കുറയ്ക്കാനായിട്ട് ഒരുപക്ഷെ ഏറെ സഹായിച്ചേക്കാം. കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുന്നതിലൂടെ ഇന്ധനവില വർധനവ് നിയന്ത്രിക്കാൻ സാധിച്ചാൽ അത് ആഗോള വിപണിയിൽ തന്നെ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. ചരക്കു നീക്കം സുഗമമായാൽ അത് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ നിത്യജീവിത ചെലവുകൾ കുറയ്ക്കാനും കാരണമായി മാറും. ഏതായാലും വരും ആഴ്ചകൾ അത് ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. പേർഷ്യൻ ഗൾഫിലെ 28 കപ്പലുകൾ സുരക്ഷിതമായിട്ട് ഇന്ത്യൻ തീരത്തെത്തുന്നതോടെ ഇറാൻ്റെ സഹകരണം എത്രത്തോളം ഫലപ്രദമാണ് എന്നത് ബോധ്യപ്പെടും. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണവരവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ആഭ്യന്തര വിപണിയിലെ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അമേരിക്കൻ ഉപരോധങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും ഇന്ത്യ നടത്തുന്ന ഈ ഒരു പാരലൽ ഡിപ്ലോമസി അത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ആഗോളതലത്തിലെ ഈ ഒരു യുദ്ധഭീതിക്കിടയിലും സ്വന്തം വഴി കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത്. ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കാനായിട്ട് ഇറാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുമ്പോഴും ആഗോള സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനവും ഇപ്പോൾ ഇന്ത്യ തുടരുന്നുണ്ട്. അങ്ങനെ സങ്കീർണമായ ഈ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ നയതന്ത്രത്തിൻ്റെ കരുത്തിൽ പ്രതിസന്ധികളെ മറികടക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുന്നതിനും വിപണിയിൽ സ്ഥിരത കൈവരിക്കുന്നതിനും വരാനിരിക്കുന്ന ദിവസങ്ങളിലെ സർക്കാർ നീക്കങ്ങൾ വലിയ രീതിയിലുള്ള പങ്കുവഹിക്കും.